Mau ini bunga. Bunga. Dia mau. Ah. Ini. Kok borok? No. No. Kok borok no? No. Loki di bini bunga. വയലും വീടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ സൈഡിലുള്ള റെയ്ഷാബാരി എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിലാണ്. ഞാൻ ഇന്നലെ താമസിച്ച വീടാണിത്. വീടിൻ്റെ വിശദമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളെ. രാവിലെ എണീറ്റു, പല്ല് തേച്ചു, സൂര്യൻ ഉദിച്ചു വന്നേ. ഞാൻ നേരെ ഇവിടുത്തെ ടൗൺ കാണിച്ചു തരാം. ആദ്യം ടൗൺ കാണിച്ച് ടൗണിലെ ആൾക്കാരെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉൾഭാഗങ്ങൾ ഇവരുടെ ട്രഡീഷണൽ രീതികളൊക്കെ കാണാവേ. അത് ഇവിടുത്തെ വീടുകളെല്ലാം ഇങ്ങനെയാണ് കേട്ടോ. ഇതുകൊണ്ടോ ഇവിടെയൊന്നും കോൺക്രീറ്റ് ചെയ്ത വീടുകളൊന്നുമില്ല, മണ്ണ് കൊണ്ടാക്കിയ വീടാണ്. ഞാൻ ഉള്ളിലെല്ലാം കാണിച്ചു തരാവേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടൗൺ എന്ന് പറയുന്നത്. ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലെ ചന്തയാണ്, ഗ്രാമച്ചന്ത. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഇത് പ്രകാരം രാവിലെയും വൈകുന്നേരം ഉണ്ടാവുള്ളൂ ഈ കടകളും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, 11 മണിയല്ല, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് അടയ്ക്കാം. അപ്പോൾ നമ്മൾ രാവിലെ വന്നെങ്കിൽ മാത്രമേ ഇത് ആക്റ്റീവായിട്ട് കാണുള്ളൂ. ഇതിവിടെ ചായക്കടയിൽ ഗ്ലാസ് എല്ലാം കഴുകുന്നുണ്ട്. ഇതുണ്ട് ഇവിടെ ഫുൾ ആക്റ്റീവ് അല്ലേ. സമയം ഒരു 7 മണി ആയതേ ഉള്ളേ. ഇവിടെ പിന്നെ നേരത്തെ നേരം വെളുക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റോഡ് നിങ്ങൾ കണ്ടോ, ഫുള്ള് ഇഷ്ടികയാണ് കേട്ടോ. ഇഷ്ടിക കൊണ്ടാക്കിയ റോഡാണ്. ഇതാണ് കേട്ടോ കടകളൊക്കെ. ഇവിടെ ചേച്ചി എന്തെല്ലാം കഴുകുന്നൊക്കെ ഉണ്ട്. എല്ലാവരും രാവിലെ ഹംബായ് രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് പച്ചക്കറി കടയാണ്. ഹംബായ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് ഹംബായ്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലല്ല കേട്ടോ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജമാത്തിയ എന്ന് പറയുന്ന രാജാവ് പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്ന ഹംബായ് ഹംബായ് ഇത് ഇവരുടെ ഇതാണ് കേട്ടോ ഏകദേശം ഒരു ഗ്രാമത്തിൻ്റെ കടയുടെ ഒരു ഏകദേശം സ്ട്രക്ചറ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഇവരുടെ സ്കൂള്, ഗവൺമെൻറ് സ്കൂൾ. ഇതെല്ലാം അടുത്ത് വന്നെയാണ് കേട്ടോ. ഗവൺമെൻറ് സ്കൂളുണ്ട്, ഗ്രൗണ്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇവർ ജമാത്തിയ എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ക്ഷത്രിയന്മാരെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇവിടുത്തെ പടയാളികളാണ് കേട്ടോ, രാജാവിൻ്റെ പടയാളികളാണ്. ഇതാണ് കേട്ടോ കടയുടെ സ്ട്രക്ചർ ഉണ്ട്. മണ്ണാണ്, ഫുള്ള് മണ്ണ് കൊണ്ടുള്ള പരിപാടിയാണ്. ഹംബായ് ഹംബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇന്നലെ പറഞ്ഞില്ലേ. ബഹുമാനാർത്ഥം നന്ദി എന്നൊക്കെ പറയുന്ന പോലെയാണ്, ഹായ് നമസ്കാരം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ രാജാവിൻ്റെ പടയാളികളാണ് ഇവർ. അന്നേരം ഇപ്പോൾ പറഞ്ഞു വന്നത് ഇവർ ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടി ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. പിന്നെ ദബർമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദബർമ എന്ന് പറയുന്ന കാസ്റ്റാണ് ഏറ്റവും. ഇതൊക്കെ ചെറിയ കടയാണ്. ഇതെല്ലാം പള്ളിയുടെ വക. നമ്മുടെ ബായില്ലേ, എൻ്റെ ഇവിടുത്തെ രക്ഷാധികാരി ഫാദർ ഈ പള്ളിയുടെ എന്താ പറയുക കൈക്കാരൻ, പുള്ളിക്കാരൻ്റെയാണ് കേട്ടോ ഈ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ചെറിയൊരു എന്താ പറയുക പണക്കാരനാണ് പുള്ളിക്കാരൻ. അത് നമ്മുടെ ഹായ് ഭയ്യ, ഗുഡ് മോർണിംഗ്, കൈസേ അച്ചാവും. ഇവർ ആസാമിൽ നിന്ന് ഇവിടെ പള്ളിയുടെ പണിക്ക് വന്നതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. ഓ മച്ഛലിയാണോ? ഓ ബടാ മച്ഛലിയേ, ഫ്രഷ് ആണോ? ഇത് രാവിലെ പിടിച്ചിട്ട് വന്ന മീനാണേ. നല്ല അവിടെ ആ ചന്തയിൽ അവിടെ വിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കടയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ദബർമ എന്ന് പറയുന്നത് രാജവംശത്തിൽപ്പെടുന്നു, ഭരിക്കുന്ന ആളുകളും ഈ ജമാത്തിയ എന്ന് പറയുന്നവർ സേനാധിപതി എന്ന പടയാളികളുമാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുണ്ട്. ഇവിടെ ഒരു 10-250 വീടുകളുണ്ട്. 250 അല്ല, അതിനും മേലെ വീടുകളുണ്ടാവും.
റോഡൊന്നും ടാറിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടേതായ രീതിയിൽ ഇങ്ങനെ ഈ ഒരു റോഡ് മുഴുവൻ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കട്ടവാക്കിയിട്ടുള്ള അടിപൊളിയില്ലേ? ഇതൊക്കെയാണ് കേട്ടോ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകൾ. ഞാനുണ്ടല്ലോ ഇതിപ്പം ഈ ഒരു ഗ്രാമം ഇനിയിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വിഭാഗക്കാരുടെ ഗ്രാമത്തിൽ നമ്മുടെ ഫാദറിൻ്റെയൊക്കെ ആശ്രമവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഫാദർ എന്നെ കൂട്ടാൻ വേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം. പറ്റിയെങ്കിൽ നമുക്ക് ഇവിടെ വലിയൊരു മാർക്കറ്റുണ്ട്. അതൊരു വൈകിട്ട് സമയത്താണ് അത് ആക്റ്റീവ് ആവുക. മീനൊക്കെ പിടിച്ച് വിൽക്കുന്ന മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കും പോവാം. ഹംബായ് ഓക്കെ ചായ ഓക്കെ നമുക്കെന്താ ബന്ധം പുതുക്കാം. ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇതാണ് ചായക്കട. ഹംബായ് ഓക്കെ ഹംബായ് ഓക്കെ സുദീപ് 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 ബും name name your name Kokramani Jamatia okay your name Brigu Jamatia ഓക്കെ. ഇവരുണ്ടല്ലോ പേരിൻ്റെ കൂടെ എപ്പോഴും ജമാത്തിയെ കൂട്ടി പറയും. കാരണം ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഒരു ആ ഒരു മനസ്സിലായല്ലേ അത്. ചായ വന്നിട്ടുണ്ട്. പാലൊഴിച്ച ചായ കേട്ടോ. പൊടിയൊന്നുമില്ല. ഇവിടെ പശുക്കളുണ്ട്. അത് നല്ല റിച്ച് പാല. ഹംബായ് ഫ്രണ്ട്സ്, ഞാനിവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങുവാണ്. ഇവരെന്നോട് പൈസ വാങ്ങുന്നില്ല. ഞാൻ ഫാദറിൻ്റെ ബ്രദറാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഫാദറിന് ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ട് നിങ്ങൾ ഉണക്കമീനൊക്കെ ഉണ്ട് ഇവിടെ. ഇത് പുഴമീൻ ഉണക്കിയതാണ്, കടൽ മീനൊന്നുമല്ല. ഇതെല്ലാം പുഴമീനാണ്. അടിപൊളി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും നമ്മളെപ്പോലെ തന്നെ അരിയാണ് ഇവരുടെ മെയിൻ ഭക്ഷണം. ഇത് ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ട പോയി. നിങ്ങൾ അപ്പോൾ നാം ക്യാ ഭയ്യ? മൻസീർ ഹുസൈൻ. ഓക്കെ. ഇവിടെ വർക്കിന് വന്നതാണ്. പള്ളിയുടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. താങ്ക് യു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അല്ല, നമ്മുടെ ഭയ്യയുടെ വീട്ടിൽ പോയിട്ട് പോകാം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഭയ്യയുടെ വീട്. ഞാൻ പറഞ്ഞില്ല, പള്ളിയുടെ കൈക്കാരൻ അതാണ്ട പ്രഭാകരനെ കണ്ട. ഭയ്യയുടെ വീട്ടിൽ അകത്ത് കയറ്റി വെച്ച്. പ്രഭാകരൻ ഇന്ന് റെസ്റ്റ് ദിനമാണ്. ഇന്ന് അധികം ഇവിടെ ഓടാനൊന്നുമില്ല, അതുകൊണ്ട് ആവശ്യമില്ല. ഇത് ചെമ്മരി അടയ്ക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ രോമമൊന്നും വെട്ടുന്നില്ല, അതുകൊണ്ട് എന്തോ വൃത്തികെട്ട രൂപത്തിലായിട്ടുള്ളത്. ഇതുണ്ടോ, അടിപൊളി കണ്ടല്ലോ. ഇതാ ഇവിടെ കുറച്ച് ഹിന്ദി അറിയാവുന്ന. ആപ്കാ നാം ക്യാ? റബിൻ. ഓക്കെ. കുറച്ച് ഹിന്ദി അറിയാം. എന്നെ പോലെ കുറച്ച് അറിയാൻ പറ്റും. അപ്പോൾ എന്നെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി തന്നെയാണ്. ഓക്കെ, താങ്ക്സ് ഭയ്യ. അപ്പോൾ ആദ്യം പോയിട്ട് ഞാൻ ഇന്നലെ കിടന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം. അതിന് ശേഷം നമുക്ക് കാഴ്ച സ്ഥലത്തോട്ട് ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതുണ്ടോ, നൂഡിൽസ് ഉണ്ട്, പഴമുണ്ട്. നൂഡിൽസും പഴമാക്കി വെച്ചു. ചേച്ചി രാവിലെ തന്നെ ചന്തയിലേക്ക് പോയിട്ടുള്ളത്. ഇത് മുഴുവൻ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ പകുതി എടുത്ത് കഴിക്കാം. ഫുഡെല്ലാം കഴിച്ച് തൊട്ടിപ്പുറത്തെ വീട്ടിലേക്ക് വന്നത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം അമ്മൂമ്മ ഇതാ അരിയിലെ കല്ലും കാര്യങ്ങളൊക്കെ പെറുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം സഹായിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. ഇവരിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പച്ചരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കൊക്ബറോക്കിൽ മൈറോം എന്നാണ് പറയുന്നത്. മൈറോം എന്ന്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് തുയി എന്നാണ് കേട്ടോ പറയുന്നത്. കുടിവെക്കാൻ വെള്ളം വേണമെങ്കിൽ നമ്മൾ തുയി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു ഏകദേശം പിടിച്ചു വെക്കാനുള്ള വാക്കുകളൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും നേരം നമ്മൾ അരി ഉറുക്കിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ താറാവ്, ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുണ്ടോ, താറാവുണ്ടാവും, കോഴിയുണ്ടാവും. പിന്നെ ചില വീടുകളിൽ ചെമ്മരിയാടൊക്കെ ഉണ്ടാവേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അടുക്കളയാണ് കേട്ടോ. ഹംബായ് ടീക്കേ. ചില ആളുകൾക്ക് ചില ഹിന്ദി വേർഡുകൾ അറിയാം. അപ്പോൾ 1-2 വേർഡൊക്കെ പെറുക്കിയിട്ടൊക്കെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട കുമ്പളമാണ്. നീണ്ട കുമ്പളമല്ല ഉണ്ട് ഇവിടെ. ഹംബായ്
aha okay Ayah, angkat orang kerja tanpa naik boh hisomon sih. okay cobro no Kau cobro orang bus sih sih. cobro എനിക്ക് ലാംഗ്വേജ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് കേട്ടാ ഇതൊക്കെ അവരുടെ അടുക്കളപ്പുറങ്ങളാണ്. കശുമാവ് ഇത് മാവാണ് കേട്ടോ, മാവ് ചെറിയ മാവാണ്, ചെറിയ മാവെല്ലാം പൂത്തിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് എല്ലാ വീട്ടിലും ഉണ്ട്, കോഴിക്കോട് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീൻസാണ്. ഇതുണ്ടോ ബീൻസ് കാര്യങ്ങൾ, ബീൻസ് അല്ലല്ലോ ഇതിനെന്തോ പേര് പറയും, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ബീൻസാണ്. എന്താ ഇവിടുത്തെ ചേച്ചി ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. റൈസ് 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 ചട്നി സബ്ജി പിന്നെ ഉണക്ക സുക്കാമച്ചി. ഓക്കെ, ഈ ചേച്ചിക്ക് കുറച്ച് ഹിന്ദി തോട ഹിന്ദി മാലൂം കുറച്ച് ഹിന്ദി അറിയാം കേട്ടാ. ഹൗസ് देखने के लिए पहले मुंबई में काम करके आया. पहले ഓ अच्छा से हिंदी मालूम. എന്നെക്കാളും നല്ലോണം ഹിന്ദി അറിയാം ഫ്രണ്ട്സ്, അപ്പോൾ പ്രശ്നമില്ല. वो घर देखने के लिए घर आपका घर देखने के लिए ഓക്കെ യെസ് രക്ഷപ്പെട്ടു ഞാൻ. ഹംബായ്. ഓക്കെ, ഇതാണ് വീടിൻ്റെ ഉൾഭാഗമേ, അടുക്കളയാണെന്നോ. ആ ഇതാ റൈസ്. ഓക്കെ, ഇതിനെന്തോ പേര് പറഞ്ഞായിരുന്നു അവർ. അയ്യോ ഞാനത് മറന്നു കേട്ടോ, നിങ്ങളുടെ അത്ര ഓർമ്മശക്തി എനിക്കില്ല. അപ്പാപ്പൻ ഇവിടെ ചോറ് കഴിക്കുവാണ്. തിരിയുന്നുണ്ടോയെന്നറിയില്ല. ഇത് റൈസ് ഉണക്കി വെച്ചേക്കുന്നതാണ്. ആ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ലോക്കൽ വൈനുണ്ട്, അതിവരുണ്ടാക്കും. ഞാൻ പറ്റിയെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അരി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണത്. പറ്റിയെങ്കിൽ ഞാൻ അമ്മൂമ്മ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവരുടെ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതെല്ലാം ഒറ്റ വീടാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുണ്ടോ എന്തോ, വേണ്ട കയറണ്ട. ആ ഒരു മുറിയാണ്. കണ്ട തെങ്ങുണ്ട്, ചെറിയ തെങ്ങെല്ലാം ഉണ്ട്. ചെത്തിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ, ചെത്തിപ്പൂവുണ്ട് എല്ലാം. ഇത് കോഴി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കറണ്ട് വന്നിട്ടുണ്ട്. ഈ കറണ്ട് വന്നിട്ട് അധികം ആയിട്ടില്ല പോലും, കുറച്ചായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം എന്നല്ല, ഇവരുടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഹാളായിരിക്കും, വലിയൊരു ഹാള്. ആ ഒരു ഹാളിലാണ് എല്ലാവരും കിടക്കുക. എന്നാലിപ്പോൾ ഹാളിൽ ചില വീടുകളിലൊക്കെ ചെറിയ സെപ്പറേഷൻസ് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണാണ് കേട്ടത്. മണ്ണും സിമെൻറ്റും ചാണകവും മിക്സ് ചെയ്തിട്ട് മൺകട്ടയുടെ മേലെ, ഇത് കണ്ടോ മൺകട്ട ഉണ്ടോ, മൺകട്ടയുടെ മേലെ തേച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. നല്ല വൃത്തിയാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം നോക്കി നിങ്ങൾ ടൈലിട്ടതിനേക്കാളും നല്ല വൃത്തിയാണ്. എല്ലാ വീട്ടുകാരും ഉണ്ടല്ലോ, അടുത്തടുത്താണ് വീട്. ഇതുണ്ട്, ഇതൊരു വീടുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, എല്ലാവരും ചുറ്റിയുണ്ട്. ഇവിടെ ഇവർ നടുമുറ്റം പോലെയാണ്. നടുമുറ്റം ചാണകം ഇട്ട് മെഴുകാണ്, ചാണകം ഇട്ട് മെഴുകാണ്. അവിടെ ഒരു ചേച്ചി ചാണകം ഇട്ട് മെഴുകുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ, ചേച്ചി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം. ഇതെല്ലാം വീടിൻ്റെ ഭാഗമാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ ഇവിടെ മൊത്തം. എല്ലാവരും ഒരുമിച്ചാണ്, അടുപ്പിച്ചാണ്. ഇവരൊക്കെ ഇന്നലെ സീരിയൽ ഹംബായ്. ഓക്കെ, ഇവിടെ വർക്ക്, ചാണകത്തിൻ്റെ വർക്ക്. ഹംബായ്. കൈ കൊടുത്തിട്ട് വേണം കേട്ടോ ഹംബായ് പറയാൻ വേണ്ടിയിട്ട്. ഹംബായ്. ഓക്കെ, नहीं इधर से देखने के लिए, पूरा देखने के लिए. ഓക്കെ, ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. ഇതിവിടെ കണ്ടോ, ഫുള്ള് നല്ല വൃത്തിയില്ല കാണാൻ വേണ്ടിയിട്ട്, നല്ല വൃത്തിയില്ല കാണാൻ. ഹായ് ഹലോ. ഇവിടുത്തെ ആണുങ്ങൾ വലിയ കമ്പനിയില്ല കേട്ടോ, പെണ്ണുങ്ങൾ മാത്രമേ കമ്പനിയുള്ളൂ. ഹംബായ്. ഓക്കെ, ഹുക്ക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഫ്രണ്ട്സ് ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്കയാണ്. ഇവിടെ നിന്നപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതായിട്ട്. അപ്പോൾ എന്നെ കണ്ട പാടെ നാണത്തോടെ ഇത് എൻ്റെ തിന്നിട്ട് പോയി. അപ്പോൾ ഇവർ ദുമ. ഇവരിതിന് ദുമ എന്നാണ് കേട്ടോ പറയുന്നത്. ദുമ. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം നിറച്ചിട്ടുണ്ട്, പുകലയല്ല കേട്ടോ, വേറെന്തോ ഒരു സാധനം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുകയോ ചെയ്യാം. അച്ചായ്. ഓക്കെ, ഇവർ കോക്ബ്രോ നൈ മാലൂം. ഇതിവിടെ ഇവർ ചാണകം പെയ്യുന്നുണ്ട്. കേരള. ഫാദർ കാ ബ്രദറേ. ഞാൻ ഇവിടെ ഫാദറിൻ്റെ ബ്രദറാണെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഫാദറിനും വലിയ കാര്യമാണ്, അതുപോലെ തന്നെ എന്നെ വലിയ സ്നേഹമാണ്. ഹായ് ഹംബായ്.
ഫ്രണ്ട്സ് അമ്മൂമ്മയുണ്ടല്ലോ എന്നോട് വന്നിട്ട് കുറേ ഇവരുടെ ലാംഗ്വേജിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങള് എന്തെല്ലാം തമാശ എനിക്ക് തമാശയെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാനും ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ ചേച്ചി എനിക്ക് ചില വാക്കുകളൊക്കെ എനിക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഭക്ഷണം കഴിക്കാൻ വരണം നാളെ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വരും ക്യാ പോലെ ക്യാ ഓക്കെ 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 ബൈ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പശുത്തൊഴുത്ത്. പശുവിന് രാവിലെ തന്നെ മേയ്ക്കാൻ കൊണ്ടേ കിട്ടിയേ. അപ്പം ഇവിടെ ചാണകം കോരുകയാണോ അപ്പാപ്പനെ. അതായത് ഇതിനോട് ചേർന്ന് തന്നെ കൃഷിയുടെ ഉണ്ട്. ഇതുണ്ടോ കൃഷിയുണ്ടോ, ചീനിത്തൈയാണ് കേട്ടോ അത്. നമ്മുടെ മധുരക്കിഴങ്ങില്ല, മധുരക്കിഴങ്ങാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്നാ പറയുക, വലിയ തോരയില്ല, തോര പോലത്തെ സാധനം. ഇതുണ്ടോ നിങ്ങൾ, എല്ലാം ഉണ്ട് ഇവരുടെ കൃഷിയിടത്തിനോട് ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സൺഷെയ്ഡ് ഉണ്ട് നിങ്ങൾ, ഇങ്ങനെയാണ് കേട്ടോ, മുളയാണത്. മുളയും കൊണ്ടാണ് സൺഷെയ്ഡ് വന്നേക്കുന്നത്. ഇവിടെ മഴക്കാലം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മഴയൊക്കെ ഉള്ളതാണ്. ഇത് വളർന്ന് വലിയ മരം പോലെയായി കേട്ടോ. ഇത് മുരിങ്ങയുണ്ട്, കവുങ്ങുണ്ട്. ഇത് കേരളത്തിലെ വീടല്ല കേട്ടോ, ഇങ്ങ് ത്രിപുരയിലെ ഉള്ള ഒരു വീടിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ഇതങ്ങ് അവിടെ ലേക്ക്, നമ്മുടെ ആ ലേക്ക് കാര്യങ്ങൾ അങ്ങോട്ടേക്കുണ്ട്. അങ്ങനെ ഹംബായ്. എല്ലാവരും അങ്ങനെ വലിയ ഫ്രണ്ട്ലി അല്ല, നാണം കൊണ്ടാണ്. നാണം അല്ലെങ്കിൽ ഇടപെടാനുള്ളൊരു മടി കൊണ്ടൊക്കെയാണ്. ഹംബായ് കണ്ട, ഹംബായ്. ഓക്കെ Amo ini bunga. Buma. Cuma Kok peruk? No. No. Kok borok no. No. Loki di bini bunga. Kya? Loki di bini uria. പച്ചക്കറി തോട്ടം. പച്ചക്കറി തോട്ടം. എന്നോടെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താന്നുള്ളത്. ഓ ഓക്കെ. അവിടെ എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്, നമ്മൾ പോയി നോക്കട്ടെ എന്താ ഉള്ളത്. ഇടവഴിയാണ് കേട്ടോ, ഗ്രാമത്തിൻ്റെ ഇടവഴികളാണിത്, ചെറിയ ചെറിയ ഇടവഴി. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.